ഹായ് ഗായ്സ്, ഇപ്പോൾ സമയം 9 മണിയായിട്ടുണ്ട്. ചില ആൾക്കാർ സൂര്യൻ ഉച്ചിയിലടിക്കുമ്പോഴാണ് എണീക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ശരിക്കും എൻ്റെ ഉച്ചിയിൽ തന്നെയാണ് വന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ ബെഡിൻ്റെ മുകളിലാണ് ഇതാ കണ്ട കർട്ടൻ. എനിക്ക് വീട്ടിൽ നിന്ന് ഒരുപാട് കംപ്ലയിൻറ്റ്സ് കേൾക്കാറുണ്ട് ഞാൻ നേരത്തെ എണീക്കാത്തതിന്. പക്ഷെ ഞാൻ ഇവിടെ കൂടെ കേട്ട് ഇങ്ങനെ അങ്ങ് കളയും. കാരണം എൻ്റെ നല്ല കാലമൊക്കെ കഴിഞ്ഞു ഗൈസ്. എനിക്കിനി ഇങ്ങനെ കിടന്നുറങ്ങാൻ പറ്റില്ല. സോ ഇപ്പോൾ ഉള്ള സമയം ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുവാണ് എനിക്ക് വേണ്ടി. ഹായ് ഗായ്സ്, പ്രൂഫ് റെഡിയായി, പോവാൻ റെഡിയായി. അപ്പോൾ ഗൈസ്, ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ക്വാണ്ടിറ്റി ഒക്കെ ഭയങ്കര കുറവാണ് കഴിക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ. ആൻഡ് സ്പെഷ്യൽ ഡയറ്റൊക്കെയാണ്. അതാണ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു പാർട്ട് ഈ ഒരു ജേർണിയിൽ. സെക്കൻഡ് മേജർ മീലിനുള്ള സമയമായി. ഉച്ചയ്ക്ക് ഇതൊക്കെയാണ് ലഞ്ചിനുണ്ടായിരുന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ലഞ്ച്. ഒരു വാട്ട് ഐ ഈറ്റിന് ഇടയൊക്കെ ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കാണിക്കാനായിട്ട് കാര്യമായിട്ടൊന്നുമില്ല. പണ്ടൊക്കെ ആണെങ്കിൽ എനിക്കൊരു 12 നേരം വാട്ട് ഐ ഈറ്റിന് ഇടയെ കാണിക്കാനുള്ള കണ്ടന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വൺസ് അഗെയിൻ. ആൻഡ് ഇഫ് യു ആർ ന്യൂ ഹിയർ, ഐ ആം സോ ഹാപ്പി ദാറ്റ് യു ആർ ഹിയർ നൗ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേയോ ഡേ ഇൻ മൈ ലൈഫോ ഒന്നുമല്ല. ദിസ് ഇസ് ഗോയിങ് ടു ബി എ പ്രഗ്നൻസി ജേർണൽ ഇൻ എ വീഡിയോ ഫോമാറ്റ്. അപ്പോൾ പ്രഗ്നൻസി ജേർണലിംഗ് എന്ന് പറഞ്ഞിട്ട് കുറേ പേര് കേട്ടിട്ടുണ്ടാവും. ഒരു ജേർണൽ പോലെ ഒരു ബുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതിനകത്ത് കുറേ ക്യൂട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ അത് നമുക്ക് ആൻസർ ചെയ്യാം. മന്ത് വൈസോ വീക്ക് വൈസോ എന്തോ ആണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഫീലിങ്സ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാം. അങ്ങനെ ഒരു നൈസ് ബുക്കാണ്. അപ്പോൾ പ്രഭുവിൻ്റെ ചേച്ചി ഇത് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് അന്ന് കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചു, എന്തെങ്കിലും ഭാവിയിൽ ഇങ്ങനത്തെ ഒരു സെറ്റപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ രസമായിരിക്കുമല്ലോ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ആ സമയം എനിക്ക് ഇത്ര വേഗം വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എനിക്ക് ആ കണ്ടീഷൻ വന്നപ്പോൾ അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജേർണൽ എൻട്രിക്കൊന്നും പറ്റിയ മൂഡിലായിരുന്നില്ല ഞാൻ. എനിവേസ്, ടുഡേയ്സ് വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ജേർണൽ ക്വസ്റ്റ്യൻസ് ഓൺലൈനിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് ഒരു വീഡിയോ രൂപത്തിൽ അങ്ങ് ക്രിയേറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് ഈ വീഡിയോയിൽ ഞാൻ നോൺ ഒഫെൻസീവും ഷെയറബിളുമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഷെയർ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ, വാട്ട് വാസ് മൈ ഫാമിലീസ് റിയാക്ഷൻ ഓൺ ദ ന്യൂസ്? എല്ലാവരും ഹാപ്പി ആയിരുന്നു. എൻ്റെ സൈഡിൽ നിന്നുള്ള പാരൻസും അനിയനൊക്കെ ആണെങ്കിൽ അവരങ്ങനെ ഭയങ്കര എക്സ്പ്രസീവ് അല്ല. പക്ഷെ പിന്നെ ആസ്തൻ അവർ പറഞ്ഞു സന്തോഷമാണ്, എല്ലാവർക്കും സന്തോഷമായി എന്നൊക്കെ പറഞ്ഞു. അനിയൻ കുറച്ച് ഷോക്കായിപ്പോയി, എന്നാലും ഹി വാസ് ഓൾസോ ഹാപ്പി. ഏറ്റവും ഹാപ്പി എൻ്റെ ഗ്രാൻഡ് മദർ ആയിരുന്നു. പ്രഭുവിൻ്റെ വീട്ടിലാണെങ്കിലും എല്ലാവരും ഹാപ്പി. അപ്പോൾ ഞാനും പ്രഭുവും ഒഴിച്ച് ബാക്കി എല്ലാവരും എക്സ്ട്രീംലി ഹാപ്പി ആയിരുന്നു. ഞങ്ങൾ പകച്ചുപോയി, ഞങ്ങളുടെ ബാല്യം പകച്ചുപോയായിരുന്നു. അങ്ങനെ സോ ദാറ്റ് വാസ് എ റിയാക്ഷൻ ഓവറോൾ. 1-2 ക്ലിപ്സ് കിട്ടിയിട്ടുള്ളൂ, അതേ എടുത്തിട്ടുള്ളൂ. ഞാനിവിടെ ആഡ് ചെയ്യാം. സന്തോഷം. കൊടുത്തു വേണം. ഫസ്റ്റ് സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഏർലി ആയിട്ട് ഇത് കണ്ടുപിടിച്ചു. ബിക്കോസ് ഇനിഷ്യലി നമ്മുടെ ബോഡിയിൽ വരുന്ന ചേഞ്ചസ് അവെയർ ആയപ്പോൾ തന്നെ കണ്ടുപിടിച്ചു. ഞാൻ യൂഷ്വലി ഒരാൾ റെക്കഗ്നൈസ് ചെയ്യുന്ന പോലെയല്ല റെക്കഗ്നൈസ് ചെയ്തത്. നമ്മുടെ ഡേറ്റ് ട്രാക്ക് ചെയ്തിട്ടൊന്നുമല്ല, ബോഡിയിൽ ഉണ്ടായ ചില മാറ്റങ്ങൾ കാരണം എനിക്കൊരു ഡൗട്ട് തോന്നി. എന്നാലും ഐ വാസ് സൂപ്പർ 101% കോൺഫിഡൻറ്റ് ദാറ്റ് എനിക്കൊരു കുഴപ്പമുണ്ടാവില്ല എന്ന്. ബട്ട് ഐ വാസ് റോങ്. എനിവേ, അങ്ങനെയാണ് ഞാൻ കണ്ടുപിടിച്ചത്. ആൻഡ് സിംറ്റംസ് എന്ന് പറയുവാണെങ്കിൽ എനിക്ക് നെഞ്ചരിച്ചിൽ വന്നായിരുന്നു. ഇനിഷ്യൽ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഭയങ്കരമായ നെഞ്ചരിച്ചിൽ, ഭയങ്കരമായ
വിശപ്പ്, ക്ഷീണം, അൺസഹിക്കബിൾ ക്ഷീണമായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ഐ ഫീൽ ഇമോഷണലി ഇൻ ദ ഫസ്റ്റ് ഫ്യൂ വീക്സ് ഓർ മന്ത്സ്? ഫസ്റ്റ് ഫ്യൂ വീക്സ് ഓർ മന്ത്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ട്രൈമസ്റ്റർ ആണ്, ആദ്യത്തെ 1-2-3 മാസങ്ങൾ. അപ്പോൾ ഇനിഷ്യലി ഈ പറഞ്ഞ പോലെ ഒരു ന്യൂ ചേഞ്ചിനോട് അക്സെപ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വരാനായിട്ട് കുറച്ച് ടൈം എടുത്തു. സോ ഐ വാസ് നോട്ട് ഡൂയിങ് വെൽ ഇമോഷണലി. അറ്റ് ദ സെയിം ടൈം ഫിസിക്കലി എന്ന് പറഞ്ഞാൽ ഭയങ്കര വീക്കായിപ്പോയി, ഭയങ്കര ക്ഷീണം. അപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ മമ്മി പറഞ്ഞു, ഇനിയിപ്പോൾ ഇതൊരു റീസൺ ആയല്ലോ, വെറുതെ കിടക്കാനായിട്ടൊരു റീസൺ ആയല്ലോ, മടി പിടിച്ചിരിക്കാൻ റീസൺ ആയല്ലോ എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ മെൻ്റലി ഉള്ള പ്രശ്നമാണോ എൻ്റെ ബോഡിയിലേക്ക് എഫക്റ്റ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ വിചാരിച്ചു. ദൈവമേ എന്ത് പറ്റി, എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല രാവിലെ ഐ മീൻ എത്ര നന്നായി ഉറങ്ങി എണീറ്റാലും അഗെയിൻ പനി പിടിച്ച പോലത്തെ ഒരു ക്ഷീണമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ എന്നെ തന്നെ ഇങ്ങനെ അയ്യോ എൻ്റെ മെൻ്റലും ഫിസിക്കലും ഒക്കെ ഒരുമിച്ച് അഫക്റ്റ് ആവുകയാണല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഞാൻ ഓൺലൈനിലൊക്കെ ഇങ്ങനെ കാണുന്നത് ദാറ്റ് ഇനീഷ്യൽ ട്രൈമസ്റ്റർ എന്ന് പറയുന്നത് എക്സ്ട്രീംലി ടയേർഡിങ് ആയിരിക്കും. കുറേ പേർക്ക് വോമിറ്റിംഗ് വരാം. താങ്ക്ഫുള്ളി എനിക്കത് ഉണ്ടായിരുന്നില്ല, പക്ഷെ ടയേർഡ്നെസ് ഉണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് നോർമലാണ്. പിന്നെ അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വരുന്നു. പിന്നെ ഓഫ് കോഴ്സ് ഫസ്റ്റ് ആദ്യത്തെ 3 മാസങ്ങളിലാണല്ലോ നമ്മൾ കിഡ്നി, ലിവർ, ലങ്സ് അങ്ങനെ വലിയ ഓർഗൻസ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ക്ഷീണം വരും. അപ്പോൾ അങ്ങനെ ക്ഷീണം, നെഞ്ചരിച്ചിൽ ആൻഡ് എക്സസീവ് വിശപ്പായിരുന്നു എൻ്റെ മേജർ സിംറ്റംസ്. വാട്ട് വാസ് ദ മോസ്റ്റ് ചാലഞ്ചിങ് തിങ് അബൌട്ട് ദ പ്രഗ്നൻസി സോ ഫാർ? ചാലഞ്ചിങ് തിങ് എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ ഒരുപാട് ചാലഞ്ചസ് ഒന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല താങ്ക്ഫുള്ളി. പക്ഷെ എന്നാലും ഒരു ചാലഞ്ചിങ് തിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് തിങ്സ് ഹാപ്പൻ അറ്റ് ദ മോസ്റ്റ് അൺഎക്സ്പെക്റ്റഡ് ടൈം. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതെന്തോ ആയിക്കോട്ടെ, ചിലപ്പോൾ ഒരാളുടെ ലോസ് ആയിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും ട്രാജഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇവൻ്റ് ആയിക്കോട്ടെ. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ സ്റ്റക്കായി പോകും. ഇനി എന്ത് ചെയ്യും, ഇനി എന്താ, അങ്ങനെ ആ ഒരു സ്റ്റക്കായ സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് വരാൻ പറ്റാത്ത, മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട്. ദാറ്റ് ഈസ് ചാലഞ്ചിങ് ഈവൻ നൗ. അതാണ് ഒരു ചെറിയൊരു ചാലഞ്ചിങ് പാർട്ട്. അല്ലാതെ എവറിത്തിങ് വാസ് ഗോയിങ് സ്മൂത്ത്ലി. അടുത്തത് മോസ്റ്റ് മെമ്മറബിൾ മൊമെൻറ്റ് ഈ പ്രഗ്നൻസി ജേർണിയിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാൻ ഫസ്റ്റ് ഡോക്ടറെ വിസിറ്റ് ചെയ്യാൻ പോയതൊക്കെ ആയിരിക്കും. നമ്മൾ ഫസ്റ്റ് സ്കാനിലൊക്കെ കാണിച്ചു തരുമല്ലോ, അന്നാണല്ലോ ഈ ഡബിൾ ലൈനിൽ നിന്ന് നമ്മൾ റിയൽ ലൈഫ് ഉണ്ടെന്ന് ഇങ്ങനെ കാണുന്നത് സ്ക്രീനിൽ. അപ്പോൾ ഹാർട്ട് ബീറ്റ് കാണിക്കുന്നതും പിന്നെ ദ നെക്സ്റ്റ് ടൈം ബേബിയെ കാണിക്കുന്നതും അത് കഴിഞ്ഞ് ബേബി കിക്സ് ഒക്കെ കിട്ടുമ്പോഴാണ് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള മൊമെൻറ്റ്സ്. എനിക്ക് ഈവൻ ദ ഫസ്റ്റ് കിക്ക് എനിക്ക് തോന്നിയതൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആൻഡ് അത് യൂഷ്വലി എല്ലാവർക്കും ഒരു 5-6 മന്ത്സിലൊക്കെയാണ് തോന്നി തുടങ്ങുക. എനിക്ക് കുറച്ച് ഏർലി ആയിട്ട് വളരെ നേരത്തെ തന്നെ എന്തൊക്കെയോ ഒരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ആ ഫസ്റ്റ് മൊമെൻറ്റ്സ് ഒക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആൻഡ് എത്രയൊക്കെ ടെൻഷനാണ്, അൺഎക്സ്പെക്റ്റഡ് ആണെന്നൊക്കെ പറഞ്ഞാലും ഓൾ ദീസ് ലിറ്റിൽ തിങ്സ് ഗേവ് മീ എ ലോട്ട് ഓഫ് ഹാപ്പിനെസ് ആൻഡ് എ ബ്യൂട്ടിഫുൾ മെമ്മറി. അടുത്തത് ക്രേവിങ്സ് ആണ്. ക്രേവിങ്സിനെ പറ്റി ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ മുതലേ എല്ലാവരും, എൻ്റെ ഫ്രണ്ട്സ് അടക്കം എല്ലാവരും ചോദിക്കുന്നു എന്താ കഴിക്കാൻ വേണ്ടത്, എന്താ തോന്നുന്നത് കഴിക്കാൻ, എന്താ ക്രേവിങ്സ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇനിഷ്യലി ആ ആദ്യത്തെ 3 മാസം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഭയങ്കര വിശപ്പായിരുന്നു. എത്ര ഫുള്ളായിട്ട് കഴിച്ചാലും വിത്തിൻ ഒരു ഹാഫ് ആൻ അവർ എനിക്ക് പിന്നെയും വിശക്കാൻ തുടങ്ങും. ആക്ച്വലി ഈ വിശപ്പുണ്ടെന്നേ ഉള്ളൂ, ഫുഡ് കഴിക്കുമ്പോൾ അങ്ങനെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര ടേസ്റ്റി ആയിട്ട് യമ്മി ആയിട്ടൊന്നും അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ആകെ കൂടെ എൻ്റെ മനസ്സിലിപ്പോഴും ഉള്ളത് ഈസ്റ്ററിൻ്റെ അന്ന് ഞങ്ങളൊരു കടയിൽ നിന്നൊരു നസ്രാണി സദ്യ കഴിച്ചു. അതെനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കുറേ ഐറ്റംസൊക്കെ ആയിട്ട്. അത് നല്ല ടേസ്റ്റി ആയിട്ട് തോന്നി, അടിപൊളിയായിരുന്നു. പക്ഷെ അല്ലെങ്കിൽ ഈ വിശപ്പുണ്ടെങ്കിലും കഴിക്കുമ്പോൾ പണ്ടത്തെ ആ ഒരു, ഞാൻ ഭയങ്കര ഫുഡിയാണ്, എനിക്ക് കുറേ കഴിക്കാൻ ഇഷ്ടമാണ്, ആ ഒരു ഇഷ്ടം തോന്നുന്നുണ്ടായിരുന്നില്ല. ആൻഡ് വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും പുറത്ത് പോയി കഴിക്കാമെന്നൊക്കെ പറയുമ്പോഴും എപ്പോഴും തോന്നുന്ന ഒരു
ഒരു എക്സൈറ്റ്മെൻറ്റ് തോന്നുന്നുണ്ടായിരുന്നില്ല പുറത്തൊക്കെ പോയി കഴിക്കാൻ. ഹോംലി ഫുഡ്, ബേസിക്കലി ചോറ്, നോൺ വെജ്, അതൊക്കെ തന്നെയായിരുന്നു എനിക്കിഷ്ടം. ഇനിഷ്യലി എനിക്ക് ക്രേവിങ്സ് ഒന്നും വന്നിട്ടില്ല. ആൻഡ് അത് കഴിഞ്ഞ് ആ ഒരു 3 months ഒക്കെ കഴിഞ്ഞപ്പോൾ സ്ലോലി വിശപ്പൊക്കെ ഒന്ന് ചെറുതായിട്ട് കുറഞ്ഞു. അത് കഴിഞ്ഞ് ക്രേവിങ്സ് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. കാരണം പ്രഗ്നൻസി ക്രേവിങ്സ് എന്ന് പറഞ്ഞ് വേർതിരിച്ച് പറയാനായിട്ട് ഇതുവരെ ഒന്നും വന്നിട്ടില്ല. ബിക്കോസ് ഞാൻ നോർമലായിരുന്ന സമയത്ത് തന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ക്രേവിങ്സ് ആണ്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പുറത്ത് പോകണം, ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കഴിക്കണം. എപ്പോഴും ഫുഡ് തോട്ട്സും കാര്യങ്ങളൊക്കെയാണ്. റീൽസ് കാണുമ്പോൾ കഴിക്കാൻ തോന്നും, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഇന്ന ക്രേവിങ്സ് എന്ന് പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് നോർമലായിട്ട് എനിക്ക് യൂഷ്വലി തോന്നുന്ന പോലെ പുറത്ത് പോകാൻ തോന്നി, കഴിക്കാൻ തോന്നാറുണ്ടായിരുന്നു. നല്ലോണം കഴിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ആയി. ആൻഡ് ഇപ്പോൾ ഒരു 6-7 months ആണോ, ഒരു 5-6 months ഒക്കെ ആകുമ്പോഴേക്കും എനിക്ക് പിന്നെ മന്തിയാണ്. എനിക്കിപ്പോൾ മന്തി എന്നല്ലാതെ വേറെ ഒരു വിചാരവും ഇല്ല. ആൻഡ് ഐ തിങ്ക് മൈ പ്രഗ്നൻസി ക്രേവിങ് ഇസ് ആക്ച്വലി മന്തി. ഇത് തുടക്കത്തിലേ തോന്നുമായിരുന്നു, പക്ഷെ ഐ തോട്ട് ഇറ്റ് വാസ് നോർമൽ. പക്ഷേ ഈ മന്തി ക്രേവിങ് മാറുന്നില്ല. അടുപ്പിച്ച് മന്തി കഴിച്ചാലും എനിക്ക് ഭയങ്കര അതിലേക്ക് തന്നെ പിന്നെയും മന്തി തന്നെ ഓർഡർ ചെയ്യാൻ ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുക. അപ്പോൾ മേജർ തിങ് മന്തി. പിന്നെ പറയാൻ വിട്ടുപോയി, എനിക്ക് ഇനിഷ്യലി മാഗി കഴിക്കാനായിരുന്നു ഏറ്റവും കൊതി. മാഗിയും ലേസും വീട്ടിൽ നിന്ന് കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് അറിയില്ല, എനിക്ക് മാഗിയും ലേസിനോടാണ് കുറച്ച് കൊതി ആദ്യം നല്ലോണം ഉണ്ടായിരുന്നത്. അത് കഴിക്കാൻ പറ്റിയിട്ടില്ല. യിപ്പിയൊക്കെ ചെറുതായിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് പോയെങ്കിലും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആഫ്റ്റർ ഡെലിവറി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുവാണ് മാഗി, ലേസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കാനായിട്ട്. അടുത്തത് വാട്ട് സർപ്രൈസ് മീ മോസ്റ്റ് അബൌട്ട് ദ പ്രഗ്നൻസി. ആക്ച്വലി ദ പ്രഗ്നൻസി ഇറ്റ് സെൽഫ് വാസ് എ സർപ്രൈസ്. ആൻഡ് എനിക്ക് തോന്നുന്നു ഈ ക്വസ്റ്റ്യനിൽ ഇവർ ഉദ്ദേശിച്ചത് ചില യുണീക്ക് ഹാബിറ്റ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുമല്ലോ ഈ ഒരു ടൈമിൽ, അതായിരിക്കും. അങ്ങനെ വലിയ സർപ്രൈസിങ് സംഭവങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. ഒരു കാര്യം, എനിക്ക് പനീർ കഴിക്കാൻ പറ്റിയിട്ടില്ല ആഫ്റ്റർ ഐ ബിക്കേം പ്രഗ്നൻറ്റ്. പനീർ എനിക്ക് അതിന് കഴിക്കുന്ന കാര്യം ഓർക്കുമ്പോൾ തന്നെ എന്തോ ഒരു സുഖമില്ലാത്ത പോലെ. അപ്പോൾ ഞാൻ ഇതുവരെ പനീർ ട്രൈ ചെയ്തിട്ടില്ല. പക്ഷെ അതിന് മുന്നേ ഒരുപാട് കഴിക്കുമായിരുന്നു. അതും ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റാണ്. നോട്ട് സർപ്രൈസിങ് ദോ. പിന്നെ വേറെ അങ്ങനെ പ്രത്യേകിച്ച് സർപ്രൈസിങ് ആയിട്ടൊരു ചേഞ്ചും എനിക്ക് വന്നിട്ടില്ല. ഇതുവരെ എക്സൈറ്റ്മെൻറ്റിനെക്കാട്ടി കൂടുതൽ നമുക്ക് വെറീസും ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. എനിവേസ് ഇപ്പോൾ നമ്മുടെ സമയം അടുക്കാറായല്ലോ. അപ്പോൾ ഐ തിങ്ക് ഒരു മദർ എന്ന നിലയ്ക്ക് എനിക്ക് കുറച്ച് എക്സൈറ്റ്മെൻ്റ് ഒക്കെ ആവണം എന്ന് തോന്നുന്നു. ആൻഡ് ഞാൻ എക്സൈറ്റ്മെൻറ്റ് ആവാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഐ തിങ്ക് എക്സൈറ്റ്മെൻറ്റ് എനിക്ക് ബേബിയെ കാണാൻ തന്നെയാണ്. പിന്നെ അത് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് വെച്ചാൽ എനിക്ക് കുട്ടികളെ കളിപ്പിക്കാനൊക്കെ എനിക്കിഷ്ടമാണ്. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസും ഡിസാസ്റ്റേഴ്സായിട്ട് പുറകെ ഉണ്ടെങ്കിലും ഈ കുട്ടികളായിട്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്. ഒരു സമാധാനം, അല്ലെങ്കിൽ ഒരു സ്ട്രെസ് റിലീഫ്, ഒരു നല്ല ഹാപ്പിനെസ്. ആ ഒരു സംഭവം എനിക്ക് ഇനി ഫ്രീ ആയിട്ട് കിട്ടാൻ പോവാണ്. അങ്ങനത്തെ ക്യൂട്ട് മൊമെൻറ്റ്സ് എൻജോയ് ചെയ്യാൻ ഞാൻ എക്സൈറ്റഡ് ആണ്. നെർവസ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്യൂച്ചർ റെസ്പോൺസിബിലിറ്റീസും ഒക്കെ ഓർത്തിട്ട് നെർവസ്നെസ് ആണ്. പക്ഷേ അതിപ്പോൾ തൽക്കാലം മാറ്റി വയ്ക്കാം. കറൻ്റ്ലി ഏറ്റവും നെർവസ് ഡെലിവറി തന്നെയാണ്. ബിക്കോസ് അതാണ് ഫസ്റ്റ് വരാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ കണ്ടുപിടിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ ജേർണലിൽ. അപ്പോൾ മെയിനായിട്ട് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇനി എൻ്റെ ഫെർദർ അപ്ഡേറ്റ്സ് ആൻഡ് എന്തെങ്കിലും നല്ല ബിഫോർ പ്രഗ്നൻസി മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ആൻഡ് ഇപ്പോഴത്തെ ഒരു കറൻറ്റ് അപ്ഡേറ്റ് എന്ന് വെച്ചാൽ ഇതുവരെ നല്ല അടിപൊളിയായിട്ട് എല്ലാം എപ്പോഴും ഏതു നേരവും തിന്നുകൊണ്ടിരുന്ന എനിക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. നോട്ട് വെരി സീരിയസ്, ബട്ട് ഡയറ്റ് കൺട്രോളും നമ്മുടെ ഷുഗർ ലെവൽസൊക്കെ നോക്കണം എന്നൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഫുഡ് കൺട്രോൾ ചെയ്യുന്നത് കൊണ്ടുള്ള കുറച്ച് മാനസിക സമ്മർദ്ദങ്ങൾ ഒഴികെ എവറിത്തിങ് ഈസ് ഗോയിങ് വെൽ. അപ്പോൾ ഞാൻ
അങ്ങനത്തെ കുറച്ച് ഡേ ഇൻ മൈ ലൈഫോ ഫുഡ് ഹാബിറ്റ്സ് ഫുഡ് റെസിപ്പീസൊക്കെ ആയിട്ട് ഇനി വരാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടുക. ബൈ.